ഗൈസ് അളിയ ജയ്പൂർ വന്നിട്ടുള്ള അളിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ എല്ലാരും കൂടെ ഉള്ളപ്പോ ഭയങ്കര ഇരട്ടി സന്തോഷമായി. ഈ വട്ടം ഭയങ്കര നല്ല വൈബുണ്ട്. നേരത്തെ അടുത്ത് നമ്മൾ വന്നിട്ടുണ്ട് എവിടെയെങ്കിലും, ഇപ്പൊ ഒരു വൈബുണ്ട്, പ്രത്യേക ഒരു വൈബുണ്ട്. ഇപ്പൊ എല്ലാരും കൂടെ ആയപ്പോ ഒരു വൈബായി. അനീഷോ ജയ്പൂർ വന്നിട്ട് ഇയാളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? 3 ദിവസം ട്രെയിനിൽ ഇരുന്ന് വന്നത് വർത്താന്നോ അല്ലയോ? 3 ദിവസം ട്രെയിനിൽ ഇരുന്ന് വന്നത് വർത്ത. നമുക്ക് അതാണ് ആൾക്കാരുടെ വൈബാണ് നമ്മുടെ മെയിൻ. അല്ല 3 ദിവസം ട്രെയിൻ ചെയ്തെങ്കിലും 3 ദിവസം പോയത് അറിഞ്ഞില്ല. പോയത് അത് വേറെ കാര്യം. നമ്മളെ അടിയുണ്ടായിട്ട് ഞങ്ങൾക്ക് സമയം പോയത് അറിയത്തേ ഇല്ല. ചേട്ടൻ്റെ അനിയന്റെയും കൂടുതൽ കാരണം സമയം പോയത് അറിഞ്ഞതേ ഇല്ല. പിന്നെ അളിയ ഇങ്ങനെയൊക്കെ ഇരുന്നാലും അളിയൻ വെറും പാവ കേട്ടോ. അളിയനെ ഫുൾ ടൈം എയറിലാക്കിയാലും അളിയന് ഒരു വിഷമവും ഇല്ല. നമ്മളൊക്കെ വിചാരിച്ച അളിയൻ ഭയങ്കര അടുത്ത ആശാന്റെ 70 എന്ന സംഖ്യയിലോട്ട് കടക്കുവോ ഇല്ലയോ എന്നാണ്. 70 എന്നുള്ള സംഖ്യ ആശൻ കാണുവോ ഇല്ലയോ? ഗൈസ് നനച്ച് തലവെക്കണം. 1 3 ഹലോ ഗൈസ് 4 മുട്ടയുടെ വെള്ളയാണ് കഴിക്കുന്നത് രാവിലെ. 5 6 7 8. ഞങ്ങള് ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ് പോകണം കേട്ടോ. ജോലിക്കും പോകുന്നു, ഞങ്ങള് ഔട്ടിങ്ങിന് പോകുന്നു. ഓക്കെ, അപ്പോൾ ഒരു ദിവസം പോയി അടിച്ചു പൊളിച്ചിട്ട് വരും. നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. ഇന്ന് പോകുന്നത് എവിടെയാന്ന് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഇവിടുത്തെ ജോലി സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ജോലി സ്ഥലത്തേക്ക് പോവാണ്. അയാള് ഇവിടുത്തെ ഒരു MRI സ്കാനിങ് സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പ്രമുഖമായ MRI സ്കാനിങ് സെന്ററിൽ. അപ്പം അയാളെ താഴോട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാനും കൂടെ പോവാണ് കേട്ടോ. അയാളുടെ ബാഗ് ഇന്നത്തെ തോളെ കിടപ്പുണ്ട്. ലിഫ്റ്റ് വന്നില്ലയോ? താമസം വന്നല്ലോ ഇവിടുത്തെ ലിഫ്റ്റ്. ഇവിടെ ഗ്രൗണ്ട് അല്ലേ? ഡിസ്പ്ലേ കാണിക്കുന്നില്ലയോ? ഇതാണ് വാഹനം, ഇതിലാണ് യാത്ര. ഇനി എപ്പം കാണാൻ പറ്റും? വൈകിട്ട് എപ്പോഴും വരും? 12 തൊട്ട് 8 മണി വരെ. MRI സ്കാനറിലാണ് വർക്ക് ചെയ്തത് കേട്ടോ. നമ്മൾ ഇന്നലെ പോയ സ്ഥലങ്ങളാണ് കേട്ടോ. അവിടെ ഈ ഫ്ലാഗ് കാണുന്നതാണ് ഇവിടുത്തെ എയർപോർട്ട് കേട്ടോ. അത്ര അടുത്താണ് ഈ വീട് നിൽക്കുന്നത്, ഈ ഫ്ലാറ്റ് നിൽക്കുന്നത്. ഈ കൊടി കാണുന്നില്ലേ, ഫ്ലാഗ്, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഫ്ലാറ്റ് ഉള്ളത്. അത്രമാത്രം അടുത്താണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സുഹൃത്തുക്കളെ, ഈ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ് എല്ലാം ഉള്ളത് കേട്ടോ. എയർപോർട്ടുണ്ട്, റെയിൽവേ സ്റ്റേഷനുണ്ട്, പിള്ളേർക്കുള്ള കളിക്കാനുള്ള പാർക്കുകൾ എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും. ഇതിൻ്റെ മെയിൻ സിറ്റി പോലെയാണ് കേട്ടോ. ഇതിന് ചുറ്റും ഫ്ലാറ്റുകളാണ്, എല്ലാം ഫ്ലാറ്റുകളാണ്, ചുറ്റിനും ഫ്ലാറ്റുകളാണ്. നല്ല വെയിലടിക്കുന്നുണ്ടോ? രാവിലെ തണുപ്പുണ്ട്, വൈകിട്ട് തണുപ്പുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ അടിപൊളി കാലാവസ്ഥയാണ്, രക്ഷയില്ല, നല്ലൊരു കാലാവസ്ഥയാണ്. തണുപ്പുമുണ്ട്, അതുപോലെ ചൂടുമുണ്ട്. ഈ സമയം ചൂടുണ്ട്, ഒരു 3 മണി കഴിഞ്ഞാൽ പിന്നെയും തണുപ്പ് കൊടുക്കും. രാത്രിയിലൊക്കെ നല്ല തണുപ്പാണ്. എല്ലാം ഫ്ലാറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല വൈബ് കിട്ടുന്ന സ്ഥലമാണ്. ഇത് മേളത്തെ ടോപ്പാണ് ഇത് കാണുന്നത്. ഇവിടുത്തെ ബിൽഡിംഗ് അല്ല ഇങ്ങനെ തന്നെ. Okay, bye. ബോബി എവിടെ പോവാ? എവിടാ? ടാറ്റ പോവാന്നോ?
എന്നെ കൊണ്ടുപോവോ? കൊണ്ടുപോവോ? അപ്പോൾ വേണം ഇവര് അളിയനും ഭാര്യ കൂടെ ഫോട്ടോഷൂട്ട് വേണ്ടി ഒരുക്കാൻ വേണ്ടി പോകണം കേട്ടോ. അളിയനും ഭാര്യ ഫോട്ടോഷൂട്ട് വേണ്ടി ഒരുക്കാൻ വേണ്ടി പോവാണ്. ഫോണിങ്ങനെ ഇങ്ങനെ അഭിഷേകം പിള്ളേരെല്ലാം കൂടെ കയറി മറിയുവാണ് കേട്ടോ, രക്ഷയില്ലാതെ. പിള്ളേരുടെ ബഹളമാണ്. നമ്മളിപ്പം ജയ്പൂർ ഡിമാർട്ടിലാണ് കേട്ടോ. ഡിമാർട്ടിലാണ് കേട്ടോ. ഭയങ്കര വിലക്കുറവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഞങ്ങളിപ്പോൾ ജയ്പൂർ ഡിമാർട്ടിലാണ് കേട്ടോ. ജയ്പൂർ ഡിമാർട്ട് ചുമ്മാ ഷോപ്പിംഗ് വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ ഞാൻ അജീഷ് അലീൻ്റെ വീട്ടിലോട്ട് വന്നിട്ടോ. ഇതാണ് അജീഷ് അലീൻ്റെ വീട്. ജയ്പൂരിലുള്ള അജീഷ് അലീൻ്റെ വീടാണ് കേട്ടോ. മത്സരം പുഷപ്പ് എടുക്കാൻ പോവാ. ഞാൻ എൻ്റെ പപ്പ സിജോളെ പറഞ്ഞേക്കുന്നത് ഇന്ന് 50 പുഷപ്പ് എടുക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. സിജോളെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നോക്കണം, 50 പുഷപ്പ് ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് വന്നിട്ട് 50 പുഷപ്പ് എടുക്കാം. ഇപ്പൊ 5 രണ്ടാമത് സ്റ്റോപ്പ് ചെയ്തിട്ട് 5 എനിക്ക് അങ്ങനെ പിന്നെ 10 കൂടെ എടുക്കുക. എന്നിട്ട് പറയാം മൊത്തം 25 പറ. രാവിലെ ബേബി എന്നെ കൊണ്ട് വന്നിട്ടുണ്ട്. അഭിഷേക് അടുത്ത അല്ലേ ആദ്യമേ അഭിഷേക്
5 പുഷപ്പ് ഞാൻ കൂടുതൽ എടുത്തു. അതെന്തോ ആയിക്കോട്ടെ, നീ ഇപ്പൊ എടുക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എടുക്കാം. ആ അളിയൻ 10 അല്ലല്ലോ 10, അളിയൻ 10 അതെ അളിയൻ 10. അനു എത്ര എടുക്കൂടാ? അനു 25 എടുക്കുന്ന പറഞ്ഞ്. കൂക്കി എത്ര എടുക്കും? 5? ആ ഓക്കെ, വാ അഭിഷേക് വാ. ഇല്ല ബേബി പിടിടാ അനു, ബേബി പിടി. നമ്മളെ ബേബി ഗേള് കണ്ടാണ്ട അനു എടുക്കാൻ പോവാണ്. ബേബി ഗേളിനെ ആണ്. ബേബി ഗേള് രാവിലെ ആണ് എല്ലാരും കളിയും സംസാരമൊക്കെ ആക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒറ്റ സെറ്റ് മതി, നീ ഒറ്റ സെറ്റ് അടിച്ചാ. രാവിലെ നമ്മളെ കുക്കു കൂക്കിയൊക്കെ കുഞ്ഞിനെ കളിപ്പിക്കുകയാണ്. കുക്കി എന്താ പറഞ്ഞേ? 1 2 3 ആദ്യം പുഷപ്പെടുക്കട്ടെ, എന്നിട്ടല്ലേ 1 2 3 പറയുന്നത്. ഓക്കെ, സോണിച്ചാണ്ട് രാവിലെ കുളിച്ചെണ്ണിച്ച് വന്നിട്ടുണ്ട്. ഉറക്കപ്പായ നേരെ 9 മണിയായി, 9:30 കുളിച്ചെണ്ണിച്ച് വരുന്നുണ്ട്. ഓക്കെ, ആണ്ട് അഭിഷേക് സ്റ്റാർട്ട്. 1 2 3 4. താഴോട്ട് പോട്ട്. എടാ മറ റേനെ മറ. പോട്ടെ, താഴോട്ട് പോട്ട്. ഞാൻ താഴെ പോയതാ. താഴോട്ട് പാട്ടാ, നീ ഒന്നും മേളിൽ നടന്ന് കളിക്കുന്നേ. കൈ പോകുന്നില്ല, കൈ വളയുന്നില്ല, അവൻ പോകുന്നില്ല. താഴോട്ട് പോട്ടാ, ആ മുഖം മുട്ടട്ടെ താഴെ. ഉടായിപ്പാണ് കേസ്, ഉടായിപ്പാണ് കേസ്. താഴോട്ട് പോട്ട്. അത് കൈ താഴെ പോകുന്നില്ല. ഇതൊന്നും മേളിരിക്കുന്ന കൈ. എടാ താഴോട്ട് പോയപ്പം പോയി. കറക്റ്റ് ആണോ? നീ താഴെ എടാ ഈ പുഷപ്പ് എടുക്കുന്ന പഠിപ്പിച്ചു തരണോ? ഇനി നിനക്ക് പുഷപ്പ് എടുക്കുന്നത് പഠിപ്പിച്ചു തരണോ? എടാ തല മൂക്ക് മുട്ടണം താഴെ. അങ്ങനെ മതി, അങ്ങനെ പോയാ മതി. ഇത് കാണിച്ച പുഷപ്പ് പഠിപ്പിക്കുക അഭിഷേക്. അത്ര പോയില്ല. ആടാ 36 എടുത്തു നീ. പോടാ 36. വേണ്ട, അവിടെ വീഡിയോ റെക്കോർഡാ. അതെ, അത് അനുപ്രയാണ്. അനുപ്ര 37 എടുക്കുന്നതായിരിക്കും. അടുത്തായിട്ട് ആശാനാണ് ഗൈസ്. ആശാൻ 6 ദിവസം കൊണ്ട് ജിമ്മിൽ പോയിട്ട് 60 മുട്ട കഴിച്ച ആശാനാണ് അടുത്തായിട്ട് എടുക്കുന്നത്. വിറ്റാമിൻ മാത്രം കഴിക്കുന്ന, പ്രോട്ടീൻ മാത്രം കഴിക്കുന്ന കളിയെ. ഇത് ഞാൻ ചെയ്തില്ല, അതാ പ്രശ്നം. രാവിലെ 15 മുട്ടയുടെ വെള്ളം. പുഴു അടിക്കാം. അല്ലല്ല, അങ്ങനെ എടുക്കാം. നീന്തി എടുക്കാം. ഞാൻ എടുത്ത 20. അല്ലല്ല 20 ഞാൻ എടുത്ത്. റെക്കോർഡിങ്ങാ. ആദ്യം 10, പിന്നെ 1 സെക്കൻഡ് കഴിഞ്ഞ് 5. ഇല്ല ഞാൻ 15 എടുത്തു. അല്ല 5 അതൊരു സെക്കൻഡ് പിന്നെ 5 എടുത്ത്. അങ്ങനെ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതെല്ലാം ഇങ്ങനെയല്ല നേരത്തെ എടുത്തേ. അല്ല ഇത്ര എടുത്തില്ല, ഇത്രയും കുടിച്ചില്ല നേരത്തെ. ഇപ്പം താന്നു, നേരത്തെ താന്നില്ലായിരുന്നു. അനിഷേടിയാ എടുത്തേ, നോക്കട്ടെ. എടുക്കുന്നേ 27. റേ 10 കൂട്ടിയതാ. അതെ 27.
വാശി വേണം, വാശി വേണം. ആ അവനെ തന്നെ തോപ്പിക്കുന്നു. അവൻ എന്റെ അടുത്തോണ്ടിരിക്കുന്നു. ആ പോട്ടെ പോട്ടെ, വളയിട്ട കിടന്നു അതിന് നേരെ ആവട്ടെ. അയ്യോ പോയേ. ആ ചെയ്ത് പപ്പ ജയിക്കണം. പപ്പ ഇതെന്തുവാ കൈ മേപ്പട് പോകട്ടെ, മേപ്പട് പോകട്ടെ, മേപ്പട് പോകട്ടെ. അതെന്താ അങ്ങനെ നിങ്ങൾ അങ്ങനെ പറയുന്നേ? അയ്യേ എടാ പുഷപ്പെടുക്കുന്നത് കൈ ഇങ്ങനെ ബോഡിയോട് ചേർന്നോ? ആ ആ ആ അങ്ങനെ കേട്ടോ. നീ കണ്ടായിരുന്നു ഞങ്ങള് കേട്ടോ. ഇവ എടുത്ത വീഡിയോ ഒന്ന് കാണിക്കാൻ കേട്ടോ. ആ പക്ഷെ ആദ്യം എടുത്ത കാണുന്നില്ല. പുഷപ്പെടുന്ന ക്ഷീണോ?